നമസ്കാരം. ഇന്ന് ഭാരതം ലജ്ജിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള ആരോപണം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രതിപക്ഷ നേതാവിനാണ്. ഒരു പാർലമെന്റിൽ അമ്മയും അച്ഛനും മക്കളും പാർലമെന്റ് അംഗമാകുന്നത് എന്തിനു വേണ്ടിയാണ്? അത് നാം കുലംകുചിതമായി ചിന്തിക്കേണ്ടി. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ജോർജ് സോറസ് എന്ന് പറയുന്ന മഹാ ക്രിമിനൽ, ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന കോടാനുകോടി ആസ്തിയുള്ള അദ്ദേഹം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സംഘടനയ്ക്ക് കോടികൾ സംഭാവന ചെയ്തിരിക്കുന്നു. അദ്ദേഹം ജോർജ് സോറസ് അധ്യക്ഷനായുള്ള ഒരു സംഘടനയിൽ നമ്മുടെ സോണിയ വൈസ് ചെയർമാൻ എന്ന പദവി അലങ്കരിച്ചു. എന്നറികെട്ട പ്രവണതയാണ്. ഇത്തരം ചെറ്റത്തനങ്ങൾക്കെതിരെ ജനങ്ങൾ വളരെയധികം ചിന്തിച്ച് ഇത്തരം ശിഥിലശക്തികൾക്കെതിരെ ആഞ്ഞടിക്കേണ്ട സമയം അതിക്രമിച്ചു. ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുവാൻ ജമ്മു കാശ്മീർ പോലും സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കോടാനുകോടി രൂപ തീവ്രവാദികൾക്ക് സംഭാവന നൽകിയ ഇത്തരം കൊള്ളരുതായ്മ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിഷ്കാസനം ചെയ്യുവാൻ ഏത് ജാതി മത ചിന്തകൾക്ക് അതീതമായി സമൂഹ മനസാക്ഷിയെ തൊട്ടുണർത്തിക്കൊണ്ടുള്ള ഒരാശയ പ്രചരണ മാധ്യമം തന്നെ വേണ്ടിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ ജാഗരൂകരാകുക, അതിനെതിരെ പ്രതികരിക്കുക. നമസ്കാരം.